അങ്ങനെ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ നമ്മുടെ നെവിൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് റീ എൻട്രി ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല ഇന്നലെ പ്രമോയിൽ കാണിച്ച അതിഥി ആരാണ്? പോരാത്തതിന് നമ്മുടെ ജിസേലിന്റെ വീട്ടിലൊരു മരണം നടന്നിരിക്കുകയാണ്. പക്ഷെ ജിസേൽ അത് പുറത്ത് ആരിനോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത, ഇന്നലെയും മെനിങ്ങാനത്തെ അപേക്ഷിച്ചിടത്തോളം ഇന്ന് ഇത്തിരി കണ്ടന്റ് കുറവാണ്. എന്നാലും ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. എപ്പിസോഡിൽ കാണിക്കാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, ഇന്നലെ നടന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം പറയാം. ആദ്യം നമ്മുടെ ഇന്നലെ നെവിൻ നെവിൻ വാക്കൗട്ട് ചെയ്തല്ലോ. വാക്കൗട്ട് ചെയ്തതിനു ശേഷം ഒരു ബുള്ളി ഗ്യാങ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബുള്ളി ഗ്യാങ് ഒന്ന് അക്ബർ, ഒബ്വിയസ്ലി അക്ബർ, പിന്നെ നമ്മുടെ നെവിൻ അപ്പാനി, റെന, പിന്നെ പ്രതീക്ഷിക്കാത്ത ആദ്യം ബിന്നി ബുള്ളി ഗ്യാങ്ങിനൊപ്പം ചേർന്നിരിക്കുകയാണ്. ബിന്നിയും ബുള്ളി ഗ്യാങ്ങിനൊപ്പം ഇപ്പൊ ചേർന്നിരിക്കുകയാണ്. പിന്നെ ആര്യനും ഉണ്ട്. ജിസേൽ അത്ര അനുമോളെ വലുതായിട്ട് ബുള്ളി ചെയ്യുന്നില്ല. ജിസേലിന്റെ മനസ്സിൽ ഗെയിം മാത്രമേ ഉള്ളൂ. ആൻഡ് ഫൈനലി ഇപ്പൊ നെവിനും വന്നിട്ടുണ്ട്. പക്ഷെ നെവിൻ അത്ര അനുമോളെ ബുള്ളി ചെയ്യാൻ പോകുന്നില്ല. അനുമോളെ സത്യം പറഞ്ഞാൽ അനുമോളെ വലുതായിട്ട് മിണ്ടുന്ന പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അസഹനീയമാണ്, അൺസഹിക്കബിളാണ്. അതായത് ഇവരുടെ ബുള്ളിയും. സീരിയസ്ലി ഇവര് ബുള്ളി ചെയ്യും തോറും അനുമോളും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളും മിണ്ടാട്ടമില്ല, അനുമോൾക്കും അത് ഏക്കുന്നുണ്ട്. പക്ഷെ ഇവര് ബുള്ളി ചെയ്യുന്നിടത്തോളം അനുമോൾക്ക് പോസിറ്റീവ് ആവും, ഇവര് നെഗറ്റീവ് ആവും. ഇൻ കേസ് അനുമോൾക്ക് വലിയ രീതിയിൽ പോസിറ്റീവ് ആകുന്നില്ല, ഈ ഒരു സിറ്റുവേഷനിൽ വലിയ രീതിയിൽ പോസിറ്റീവ് ആകുന്നില്ലെങ്കിലും, കാരണം ഇന്നലെ നല്ല വൃത്തിയ പ്രാക്കൊക്കെ കൊടുത്തല്ലോ. അപ്പം ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ഇപ്പൊ അനുമോക്ക് വീണിച്ചുണ്ട്. അപ്പം ഇവർക്ക് ഈ ബുള്ളി ഗ്യാങ്ങിന് കട്ട നെഗറ്റീവ് ആയിട്ടുണ്ട്. ഗ്രൂപ്പിസം പൊളിക്കുമെന്നുള്ള ലാലേട്ടന്റെ ഇതുണ്ട്, മുന്നറിയിപ്പുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രമോ കണ്ടാൽ മനസ്സിലാവും. ഗ്രൂപ്പിസം എല്ലാം പൊളിക്കും, കരച്ചിൽ നാടകം പൊളിക്കും എന്നുള്ള പ്രമോ ഇറക്കിയത്, പ്രമോയിൽ വന്ന് പറഞ്ഞത് ലാലേട്ടൻ തന്നെയാണ്. പ്രമോ ഇറക്കിയത് ബിഗ് ബോസ് തന്നെയാണ്. എന്താണ് എപ്പിസോഡിൽ നമുക്ക് റിവ്യൂ ചെയ്ത് സംസാരിച്ചുകൊണ്ട് വരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ആ പൂവിന്റെ പാട്ടിനെ ഇന്ന് വിടുന്നത്, പിന്നെ അതിന് മോർണിംഗ് സോങ് ആയിട്ട്. പിന്നെ അനുമോള് ഇന്നലെ രാത്രി പോയിട്ട് കിറ്റിനൊരു വിവാദം ഉണ്ടാക്കി തുടങ്ങിയല്ലോ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ശരിക്കും ആ കിറ്റ് എടുത്തത് ആര്യനാണ്. നെവിനോട് ആര്യൻ പറഞ്ഞു, അനുമോളിലെ കിറ്റ് നിന്നെ ഇറക്കി വിട്ടതിൽ ഞാൻ അനുമോളിലെ കിറ്റ് എടുത്ത് തൂക്കിയെടുത്ത് എറിഞ്ഞിട്ടുണ്ടെന്ന് ചെവിയില് നെവിനോട് ആര്യൻ പറയുകയാണ്. അപ്പൊ അനുമോളിലെ കിറ്റ് എടുത്ത ആര്യനാണ്. അനുമോള് ഉറച്ചു നിൽക്കുകയാണ്, ആര്യനാണ് കിറ്റ് എടുത്തത്. പക്ഷെ പിന്നെയും ആര്യൻ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് നെവിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ട്. നെവിന്റെ ബ്രഷ് എന്തോ എടുത്ത് നെവിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളെ പ്രവോക്ക് ചെയ്യുന്നുണ്ട്. അനുമോളില് ആര്യന്റെ ബ്രഷ് എന്തോ എടുത്തിട്ട് ആര്യനെയും പ്രവോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഡോളും ഇതെല്ലാം എടുത്തിട്ട് ആര്യൻ നല്ല കട്ട ബുള്ളിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ അനുമോളെ. ഒബ്വിയസ്ലി പിന്നെ അക്ബറിന്റെ ഗ്യാങ്, അക്ബർ ആണെങ്കിൽ അനുമോളും ആദിലെ നൂറല്ലാതെ അക്ബറിന് വേറെ ഒരു കണ്ടന്റും ഇല്ല. അക്ബറിന്റെ സ്പേസിലെല്ലാം അക്ബർ അനുമോളെ കുറിച്ച് കുത്തിക്കൊണ്ട് പാട്ട് പാടുകയാണ്. റേനയും അത് കണക്ക് ഇങ്ങനെ കുത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അനുമോള. എന്ത് കഷ്ടമാണ്. അത് മാത്രമല്ല ഇന്നലെ ലൈവില് അത് ഭയങ്കര വൈറലാണ്. അനുമോളെ പട്ടിയോട് ഉപമിച്ചാണ് ഇവര് നമ്മുടെ അക്ബറും പിന്നെ അപ്പാനിയും റെനയും കൂടെ കളിയാക്കുന്നത്. പട്ടി പാത്രം കഴുകുന്ന കണ്ടില്ലേ, അനുമോളെ പറ്റി പറയുകയാണ്. എന്നിട്ട് അപ്പാനിയുടെ അക്ബറിന്റെ വക ഒരു ബാർക്കിങ് കൊരയും. എന്ത് കഷ്ടം, എന്ത് വൃത്തികേടാണ് സത്യം. ഒരു നിലവാരം കുറഞ്ഞു വരികയാണ്. സീരിയസ്ലി ഇങ്ങനെയാണോ ഒരു ബുള്ളിങ് ചെയ്യുന്നത്? പോട്ടെ, അത് ഗെയിം പോവാം. പക്ഷെ ഇത് ഭയങ്കര നെഗറ്റീവ് ആവും ഇവർക്ക്. ഇവര് മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ബുള്ളി ചെയ്യാൻ? അത് ഗ്രൂപ്പായിട്ട് ബുള്ളി ചെയ്യുമ്പം അത്രത്തോളം ബുള്ളി ഏറ്റ് വാങ്ങുന്ന ആളാരാണോ അത്രത്തോളം അത് പോസിറ്റീവ് ആവും, ഇവര് നെഗറ്റീവ് ആവും. ഇവർക്ക് അറിയില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് അനുമോളുടെ ഒരു ബിഹേവിയർ ഒക്കെ കണ്ടപ്പം നമ്മുടെ കഴിഞ്ഞ സീസണിലെ ജാസ്മിന് കിട്ടിയിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. ജാസ്മിൻ ആണെങ്കിൽ ആകെ അപ്സെറ്റ് ആയി പോയൊരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം. ആ ഒരു ഫീലാണ് എനിക്ക് സീരിയസ്ലി വന്നത്. അത് മാത്രമല്ല, ഇവര് ഡോഗിനെ വെച്ച് തന്നെ, പട്ടിയെ വെച്ച് തന്നെ നമ്മുടെ അനുമോളെ ഉപമിച്ച് കളിയാക്കുമ്പോൾ ശരിക്കും സീസൺ 4 ഇവരെല്ലാരും കൂടെ, ജാസ്മിൻ, നിമിഷ, റിയാസും കൂടെ
റോബിനെ പട്ടിയോ പാട്ടുപാടി കളി അതിന്റെ ആരെണ്ണം കൊടുത്തല്ലോ, ശരിക്കും അതുപോലെ തന്നെ കൊടുക്കണം, അതുപോലെ കൊടുക്കണം. ഇങ്ങനെയുണ്ട് ഒരു പുള്ളി. ഇവർക്ക് ഇത്ര വിവരമില്ലേ? സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇപ്പം 3 ഗ്രൂപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബുള്ളിങ് ഗ്യാങ്, ഒന്ന് ക്യൂട്ടി ഗ്യാങ്, ഒന്ന് മുക്കോട്ട് മുന്നണി. ബുള്ളി ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ അക്ബറിന്റെ ബുള്ളിങ് ഗ്യാങ്. ഈ പറഞ്ഞ എത്ര ഇവര് നമ്മുടെ എന്താണ് അക്ബർ, അപ്പാനി, ബിന്നി, റെന. ബിന്നി വലുതായിട്ട് പുള്ളി ചെയ്യുന്നില്ല, അധികം ചെയ്യരുതെന്ന് ബിന്നി പറയുന്നുണ്ട്. പക്ഷെ ബിന്നി ഉണ്ട്, റെന ഉണ്ട്. ഈ അക്ബർ, അപ്പാനി, റെന ഇവരാണ് മെയിൻ. പിന്നെ ആര്യൻ, ജിസയിലും നെവിനും ഉണ്ട്. പക്ഷെ ജിസയിലും നെവിനും അധികം അനുമോളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ വാക്കേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ കിച്ചിന്റെ പേരിൽ വാക്കേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അനുമോളും ജിസയിലും ആര്യനും തമ്മിൽ. പക്ഷെ ആര്യനും നന്നായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഇതൊരു ഗ്യാങ്. പിന്നെ ക്യൂട്ടി ഗ്യാങ്, അത് നമ്മുടെ അനുമോള്, രേണുസുതി, ശൈത്യനെ വിശ്വസിക്കാൻ കൊള്ളൂല, എന്നാലും പോട്ടെ, ആദില, നൂറ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ മുക്കോട്ട് മുന്നണി എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്, ഒനീല്, നമ്മുടെ അബി, ഷാനവാസ്. ഇതിലൊന്നും പെടാതെ നടക്കുന്നത് വേറെ ആര്, അനീഷ്. ഇതിലൊന്നും പെടാതെ നടക്കുന്നത് അനീഷ്. കാലം നീട്ടി പരേഡ് നടത്തിക്കൊണ്ട് തെക്ക് വടക്കണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷിന്റെ ഇപ്പൊ കാണാനേ ഇല്ല, കണ്ടന്റ് കാണാനേ ഇല്ല. അനീഷ് അന്ന് ലാലേട്ടൻ എന്തോ നീട്ടിപ്പോയി, സോറി, ലാലേട്ടൻ എന്തോ അനീഷിനായിട്ട് കൊടന്നെന്ന് പറഞ്ഞ് അനീഷ് ഇപ്പൊ മിണ്ടുന്നില്ല, വാ മൂടി കെട്ടിയിരിക്കുകയാണ്. സീരിയസ്ലി. അങ്ങനെ ഈ ഒരു ഗ്യാങ്. ഇതിലിപ്പോ ഇന്ന് ആദിലയുടെ ഗെയിം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, നോറ സൗണ്ട് ആണെങ്കിൽ ആദില ബ്രെയിൻ ആണ്. കാരണം നോറേനെ ബുള്ളി ചെയ്യുമ്പോൾ അക്ബറിന്റെ കണക്കിന് നോറ കൊടുക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആദില ഇവിടെ അനുവിനെ വെച്ചാണ് ഗെയിം കളിക്കുന്നത്. ആദില, നിങ്ങൾക്ക് മനസ്സിലായി, ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും. ആദില ഇവിടെ അനുവിന് എഗെയിൻസ്റ്റ് ആണ് ഗെയിം കളിക്കുക. അനുവിനെ വച്ച് ഗെയിം കളിക്കുകയാണ് ആദില. അനുവിനെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പൊളിച്ച് അനുവിനെ വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ശരിക്കും ആദില ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ഇന്ന് എപ്പിസോഡ് എടുത്ത് അധികം കാണിച്ചില്ല. പക്ഷെ അനു ഓരോന്നും പറയുമ്പം അതിന് വിപരീതമായിട്ട് ആദില ഓരോ കാര്യങ്ങളും പോയിന്റ് ആയിട്ട് ആദില കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദില നല്ലപോലെ ഇപ്പൊ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. ആദിലയുടെ ഗെയിം ആദില തുടങ്ങിയിട്ടുണ്ട്. ശൈത്യ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവര് പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. സീരിയസ്ലി. ഇപ്പൊ ഇവര് ഇങ്ങനെ വന്നോ അവർക്ക് നല്ലതാണ്. ശൈത്യം എക്സ്പോസ്ഡ് ആയി, നമ്മുടെ ജയിൽ നോമിനേഷൻ എന്ന് എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ ഈ പുള്ളി ഗ്യാങ് അസഹനീയമായിട്ട് പോവാണ്. ആ റെനേനെ സഹിക്കാനേ, പ്രത്യേകിച്ച് റെനേനെയും അക്ബറിനെയും സഹിക്കാനേ വയ്യ. എന്തായാലും ഇവർക്കിട്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അക്ബറിന് കിട്ടിയൊന്നും പോരാന്ന് തോന്നുന്നു ലാലേട്ടന്റെ കയ്യിൽ നിന്ന്. കാരണം ഇത് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. പുള്ളി ചെയ്ത അനുമോള് കപ്പടിച്ചുകൊണ്ട് പോവേ ഉള്ളൂ. ഇതാണ് മെയിൻലി ഇപ്പൊ ഈ ഒരു ഗെയിമിലാണ് പോകുന്നത്. എല്ലാരും അനുവിന്റെ പുറകിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് വന്ന ആദ്യം സ്പൈക്കുട്ടനായിരുന്നു. സ്പൈക്കുട്ടൻ വീട് ചെക്ക് ചെയ്യാൻ, ഹൈജീൻ ചെക്ക് ചെയ്യാൻ വന്നതാണ്. എന്നിട്ട് സ്പൈക്കുട്ടന് നമ്മുടെ ഇതിനകത്തോക്ക് കൺഫെഷൻ റൂമിലകത്തേക്ക് ഇവര് വിടുമ്പം അവിടെ നെവിൻ ഇരിക്കുകയാണ്. നെവിന് ഈ സ്പൈക്കുട്ടൻ പുറത്തേക്കുമ്പോൾ നെവിൻ കൺഫെഷൻ റൂമിന്റെ അകത്തേക്ക് വന്ന് നെവിൻ ക്ഷമ ചോദിക്കുകയാണ് ബിഗ് ബോസിനോട്. എനിക്ക് ഇവിടുന്ന് പോകണ്ട, അതിന്റെ മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണ്, ബിഗ് ബോസിനോട് ക്ഷമ ചോദിക്കുന്നു, ഖേദം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ ഖേദം അറിയിച്ചതിനാൽ ഞങ്ങൾ നിങ്ങളെ അകത്തേക്ക് വിടുന്നു, അറിയിപ്പ് കിട്ടുമ്പോൾ അകത്തേക്ക് പോവാം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ നെവിൻ എന്ത് ചെയ്തു? നെവിൻ ഷേവൊക്കെ ചെയ്ത് പുതിയ ആളായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല നെവിൻ ഇത്രയും നാൾ ഗെയിം കളിച്ചത് അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. പക്ഷെ അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇനി നെവിന് ഗെയിം കളിക്കാൻ താല്പര്യമില്ല. ആദിലയും നൂറയും എന്റെ ഗെയിം ഹിറ്റ് ലിസ്റ്റിലെ ആദിലയും നൂറയും ഇല്ല എന്ന് നെവിൻ പറയുകയാണ്. നെവിന്റെ ഗെയിം ചേഞ്ച് ചെയ്തു എന്നാണ് നെവിൻ പറയുന്നത്. നമുക്ക് കണ്ടറിയാം. എന്തായാലും നെവിൻ ഈ ആഴ്ച ഇനി ഗെയിം കളിക്കാൻ പോകുന്നില്ല. മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും നെവിന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കണ്ടറിയാം നെവിന്റെ ഗെയിം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് നെവിന്റെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നാണ്, അടുത്ത ഗെയിം മൂവ്മെന്റ് എന്താണെന്നാണ് നെവിൻ നോക്കുന്നത്. എന്തായാലും ജിസയിലുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നെവിൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ നെവിൻ ഒന്ന് മാറി കളിച്ചിരുന്നെങ്കിൽ, ഈ അനിമോളെയും ശരിക്കും അനിമോളെ വെച്ച് ഗെയിം കളിക്കുകയാണെങ്കിൽ
അനുമോള് കപ്പടിച്ചോണ്ട് പോവേ ഉള്ളൂ. അത് അനുമോൾക്കേ ഗുണമായിട്ട് വരുള്ളൂ. അനുമോളെ വിട്ട് മാറി ബാക്കിയുള്ളവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ നെവിൻ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആദിലാനൂറയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ചാലും മതിയായിരുന്നു, അതും നല്ലൊരു ഗെയിമായിരുന്നു. പക്ഷെ അനുമോളെ പൂർണ്ണമായിട്ടും വിടരുത്, അനുമോൾക്ക് എഗെയിൻസ്റ്റ് ഗെയിം കളിക്കണം. അവിടെ ഉള്ള എല്ലാവർക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നന്നായിരുന്നേനെ. പിന്നെ ഇതിനിടയ്ക്ക് ലൈവിൽ കാണിക്കാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജിസൈലിന്റെ വല്യമ്മ മരിച്ചുപോയി. അങ്ങനെ ജിസൈല് അവിടെ കൺഫെഷൻ റൂമിൽ നല്ല കരച്ചിലായിരുന്നു. അത് മാത്രമല്ല ജിസൈലിന്റെ ടെൻഷൻ, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മയെ കണക്ട് ചെയ്ത് അമ്മയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോൾ അധികം കണക്ട് ആയിട്ടില്ലായിരുന്നു. കൺഫെഷൻ റൂമിൽ പുറത്തിരുന്ന് കരയുന്നു. ആരും കൺഫെഷൻ റൂമിലകത്ത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇതിപ്പോ കാര്യം അറിയുള്ളൂ. കാരണം ജിസൈൽ നല്ല സ്ട്രോങ് ആണ്. ജിസൈല് നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ജിസൈലിന് ബുദ്ധിയുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഒരു എന്താ കരച്ചില്, അങ്ങനത്തെ ഒരു ഫീലിൽ ഒരു സാഡായിട്ട് ജിസൈല് മാറുകയാണെങ്കിൽ ജിസൈലിന് ഒരു സാഡ്നെസ് അവിടെ വരും. എല്ലാവരുടെ മുമ്പിൽ ഒരു ഒരു സഹതാപം തോന്നും എല്ലാവർക്കും ജിസൈലിനോട്. അനുമോൾക്കും തോന്നും. അനുമോൾ അത് കഴിഞ്ഞ് ഗെയിം കളിക്കാൻ ഇറങ്ങില്ല. പക്ഷെ ജിസൈൽ അത് പറ്റില്ല, കാരണം ഗെയിം കളിച്ചല്ലേ പറ്റും. അതുകൊണ്ട് ജിസൈല് പുറത്താരോടും പറഞ്ഞിട്ടില്ല. ഇനി ലാലേട്ടൻ വന്ന് പൊളിക്കുമെന്ന് അറിയില്ല. കാരണം നാളെയാണ് ലാലേട്ടന്റെ ഷൂട്ട് എന്നാണ് എല്ലാവരും റിവ്യൂവേഴ്സ് എല്ലാം അപ്ഡേറ്റ് ഇടുന്ന എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല ആര്യൻ എവിക്റ്റ് ആകാനാണ് ചാൻസ് എന്നും അറിയുന്നുണ്ട്. ഇന്ന് വരെ വോട്ടിംഗ് എന്തോ ഉള്ളൂ. ആര്യൻ എവിക്റ്റ് ആവാനാണ് ചാൻസ്. ആര്യന് വോട്ട് കുറവാണെന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം എവിക്റ്റ് ആവോ അതോ സേഫ് ആക്കുമോ, ഓണോ ആയിട്ട് സേഫ് ആക്കുമോ എന്ന് നോക്കാം. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, 7 വൈൽഡ് കാർഡ്. നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഡേയില് നടന്ന കാര്യങ്ങൾ നാളെ കാണിക്കുള്ളൂ. എപ്പിസോഡ് മിക്കവാറും സാറ്റർഡേ സൺഡേ ആയിരിക്കും. ഇനി നാളെ ഇടുമെന്ന് അറിഞ്ഞൂടാ, പ്രമോ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഈ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ അടുത്തതായിട്ട് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും നടന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വർഷം ഈ ഒരു വീക്കില് ഒരു ഗെയിമും അവിടെ നടന്നിട്ടില്ല, ഒരു ടാസ്ക് നടന്നിട്ടില്ല. അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനും ജയിൽ നോമിനേഷനും ഒന്നും. ക്യാപ്റ്റൻസി നോമിനേഷനിൽ സെലക്ട് ആയത്, ക്യാപ്റ്റൻസി നോമിനേഷൻ കാണിച്ചു, അത് ഒരു ഗ്രൂപ്പ് കളിയായിരുന്നു. അതിൽ വിൻ ചെയ്തത്, ക്യാപ്റ്റൻസി നോമിനേഷൻ കിട്ടിയത് ബിന്നി, റെന, പിന്നെ നെവിൻ. ഇത്രയും പേർക്കാണ് കിട്ടിയത്. നെവിൻ ഇതിന്റെ ബേസിലാണ് നെവിന് വോട്ട് കിട്ടിയത്. പക്ഷെ നെവിൻ നന്നായിട്ട് തന്നെ സ്വേച്ഛാധിപതിയായിട്ട് ജിസേനേക്കാൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു, അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ബിന്നിയും റെനയും ആ ഒരു ടാസ്ക് ചെയ്തതിന്റെ ബേസിലാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ റെനയ്ക്ക് എന്തിനാണ് വോട്ട് കൊടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം റെന അവിടെ ഒരു പണി എടുക്കാതെ കണ്ടന്റ് ഉണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പാനിയുടെ അക്ബറിന്റെ അയൽക്കൂട്ടത്തിന്റെ പുതിയ റിവ്യൂ എന്താന്ന് വെച്ചാൽ, ശൈത്യ കുറച്ച് റിയലാണ്. ബാക്കിയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അപ്പാനി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് ഗെയിം കളിക്കാവോ അക്ബർ എന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം ജയിൽ നോമിനേഷൻ കാണിക്കുന്നില്ല. പക്ഷെ ഈ ജയിൽ നോമിനേഷന്റെ ഇടയ്ക്ക് ശൈത്യ എക്സ്പോസ്ഡ് ആയി. അത് അപ്പോഴാണ് ശൈത്യയുടെ ഗെയിം പുറത്തേക്ക് വന്നത്. അത് ജിസൈലിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ശൈത്യ എക്സ്പോസ്ഡ് ആയത്. അങ്ങനെ അത് കാണിക്കുന്നില്ല. പക്ഷെ ശൈത്യനെ പിന്നെ ഇവര് ബുള്ളി ചെയ്യാൻ തുടങ്ങി, അനുമോളെ വെട്ടിച്ച്. ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അനുമോളും അനീഷുമാണ് എങ്ങോട്ട് പോകുന്നത്, ജയിലിലേക്ക് പോകുന്നത്. പക്ഷെ അനുമോൾക്ക് സന്തോഷം, അനീഷിനോടെ പോയിട്ട് ജയിലിൽ കിടന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ കണ്ടന്റ് അനുമോൾ ഉണ്ടാക്കി കൊടുത്തില്ല, അതിനുള്ള പണി അപ്പാനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ ജയിൽ നോമിനേഷനും കഴിഞ്ഞു. ഇതിന് ശേഷം ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ്, അത് മാത്രല്ല അനുമോള് മൈക്ക് മാറ്റിയിട്ട് എന്തോ ഇവർക്ക് ആരെയും എന്നെ ഇഷ്ടമല്ല, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. അപ്പം അതിലേക്ക് പറയുന്നത്, എടി അത് നീ സ്ട്രോങ് ആയതുകൊണ്ടാണ്, അപ്പൊ ശൈത്യം പറയുന്നത് നീ സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ നിന്നെ ഇത്രയും ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. അനുമോളാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ വരുന്നുണ്ട്. മൈക്ക് മാറ്റുന്നതിനൊക്കെ ബിഗ് ബോസ് അനൗൺസ് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം വരുന്നത് ശരത്തും ബുള്ളി ഗ്യാങ്ങും തമ്മിലുള്ള ഒരു സംസാരമാണ്. ഈ ആദില നൂറയ്ക്കൊക്കെ ചോറ് വാരി കൊടുത്തതിന്റെ കണക്ക് വരെ പുള്ളി പറഞ്ഞിട്ട് അവര് ശരത്തേന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞ് ശരത്ത് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ശൈത്യനെ ബുള്ളി ചെയ്യാന് കളിയാക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അപ്പാനി നേരെ അനുമോളുടെ ആദിലയുടെ നേരെ അടുത്തേക്ക് വന്നു
അനിമോളും വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. അപ്പാനി ചൊറിയാൻ പോയതാണ്, പക്ഷെ ആദില നല്ലപോലെ മാന്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നൂറേനെ പാട്ട് പാടി ചൊറിയാൻ പോയിട്ട് നൂറേയും വൃത്തിയാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തേയാനാണ് ഇവരുടെ ജീവിതം, ബിഗ് ബോസ് വീട്ടിലെ ജീവിതം. സീരിയസ്ലി എന്തെങ്കിലും കണക്കിന് വലിയ മാസടിക്കാൻ പോകുമ്പം ഇവര് നൈസായിട്ട് തേഞ്ഞു പോകും, നൈസായിട്ട് അങ്ങ് തേഞ്ഞു പോവുകയാണ്. കഷ്ടം തന്നെ അപ്പാനി, സത്യം. ഇന്ന് അതില് നിർത്തി കൊടുത്തു, ആ പാവാട നിർത്തി റന ഫ്രൈയോ അങ്ങനെയൊക്കെ എന്താ പറഞ്ഞ് അതില് വൃത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ അനിമോള് നിന്ന അനിമോള് നന്നായിരിക്കും. കാരണം ഇന്നലെ അനിമോള് അക്ബറിനിട്ട് തിരിച്ചു കൊടുത്തതൊക്കെ നല്ല നല്ല സ്ട്രോങ് ആയിട്ടാണ്, അതുപോലെ സ്ട്രോങ് ആയിട്ടാണ്. അതുപോലെ അനിമോള് നിന്ന് നന്നായിരിക്കും, സീരിയസ്ലി നന്നായിരിക്കും. പിന്നെ ഇതിനുശേഷം ബിഗ് ബോസ് ഇവർക്ക് ഒരു ചായ സൽക്കാരം കൊടുത്തിട്ടുണ്ട്. പുറത്തൊരു ചായത്തട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഴയ്ക്കൊപ്പം കടിയൊക്കെ ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. പിന്നെ ഇതിനുശേഷം നടക്കുന്നത് നമ്മുടെ ഒരു സ്പോൺസർ ടാസ്ക് ആണ്. സ്പോൺസർ ടാസ്ക് മറ്റേ കംഫർട്ടിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അത്തപ്പൂക്കൾ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ ഒനിയിൽ, അബി, ഷാനവാസി മുക്കോട്ട് മുന്നണിയുടെ പുതിയ പ്ലാൻ. അതായത് ഈ അനിമോളുടെ ആ ക്യൂട്ടി ഗ്രൂപ്പില്ലേ, ആ ക്യൂട്ടി ഗ്രൂപ്പിനെ എന്ത് ചെയ്യുക, ഇവരുമായിട്ട് ലയിപ്പിക്കുക, ജോയിന്റ് ആകുക. അങ്ങനെ ജോയിന്റ് ആയ വീട് രണ്ടായി സ്പ്ലിറ്റ് ആവും, നമുക്ക് അവരടിക്കാൻ പറ്റും. ശരിക്കും ഈ 3 പേരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അക്ബറും അപ്പാനിയുമാണ്. ഈ 3 പേരുടെ ലക്ഷ്യം അക്ബറിന്റെയും അപ്പാനിയുടെയും തകർച്ചയാണ്. അപ്പൊ അതിന് ഇവരും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നൊരു തീരുമാനത്തിൽ ഇവരെത്തിയിരിക്കുകയാണ്. ശരിക്കും ഇന്നലെ എനിക്ക് തോന്നുന്നില്ല ഇവര് സൈലന്റ് ആയിട്ട് ഇവർക്ക് ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. നടന്നാൽ കൊള്ളാം, കാണാൻ നല്ല രസമായിരുന്നു. അത് മാത്രമല്ല ഗ്രൂപ്പിസം ലാലേട്ടൻ പൊളിച്ചു കൊടുത്തേ പറ്റുള്ളൂ, എല്ലാവരും ഇൻഡിവിജ്വൽ ആക്കി കൊടുത്തേ പറ്റുള്ളൂ. അത് ലാലേട്ടനും നോക്കണം. അതുപോലെ തന്നെ, കാരണം ലാലേട്ടൻ തന്നെ പൊളിച്ചു കൊടുക്കുന്നത് ലാലേട്ടനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വരുന്ന വൈൽഡ് കാർഡ് കളിക്കാനുള്ള സുവർണ അവസരമാണ്. സീരിയസ്ലി നല്ലൊരു അവസരമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ആ വീട്ടിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അവർക്ക് അനുയോജ്യമാണ്. കളിക്കാനുള്ള നല്ല അവസരമാണ് അവർക്കിപ്പോൾ ഉള്ളത്. നന്നായിട്ട് അവർക്ക് കളിക്കാൻ പറ്റും. കളിച്ചാൽ കൊള്ളാം, നന്നായിട്ട് അവർക്ക് ഇപ്പൊ കളിക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ അവർക്കുള്ളത്. ശരിക്കും പറയാനാണെങ്കിൽ ഈ നല്ല നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. അവരെയും കൂടെ അവരുടെ ആ ഒരു പ്രസൻസും കൂടെ കുറച്ചിട്ട് ഇവർ കയറി വരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി. അതായത് ഇവർക്കുള്ള ജനങ്ങൾക്കിടയിൽ ഇവർ ഭയങ്കര നിറഞ്ഞു നിൽക്കുകയല്ലേ വീട്ടില്, അത് ഇത്തിരി താഴ്ത്തിയിട്ട് ഇവർ കയറി വന്നാൽ വൈൽഡ് കാർഡുകൾക്ക് കയറി വരികയാണെങ്കിൽ നന്നായിരിക്കും. സീരിയസ്ലി പലരെയും അങ്ങനെ നമുക്ക് എവിക്റ്റ് ചെയ്ത് വിടാനും പറ്റും. വൈൽഡ് കാർഡുകൾ നന്നായിട്ട് ഗെയിം കളിച്ചാൽ കൊള്ളാം. ഒരു കോമണർ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്, നോക്കാം ആരൊക്കെയാണ് കയറുന്നത് നോക്കാം. പിന്നീട് അനിമോളും ഹനീഷും ജയിലിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ജയിലിനകത്ത് ഇരിക്കുന്ന അനിമോളെ കളിയാക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു പൊറാട്ട നാടകം നടക്കുകയാണ്. അത് അവതരിപ്പിക്കുന്നത് അക്ബർ, റെന, പിന്നെ അപ്പാനി, ആര്യൻ. റെനയൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞ റെന അനിമോളെ കാണിക്കുന്ന ഭയങ്കര വൃത്തികേടാണ് ആക്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ. എന്നിട്ട് അക്ബർ പാടുന്ന പാട്ടും ഇവരുടെ പൊറാട്ട് നാടകം സത്യം പറഞ്ഞാൽ നമുക്കും ഒരു ആ കുട്ടിയോടൊരു ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ തോന്നും അനിമോളോട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അനിമോൾക്ക് നല്ലപോലെ കൊള്ളുന്നുണ്ട്, ആ പുള്ളിയും നല്ലപോലെ കൊള്ളുന്നുണ്ട്. അനിമോളിൽ കരച്ചില്ല, ഒരു വക്കിൽ നിൽക്കുകയാണ്, നല്ലപോലെ പുള്ളിയും കൊള്ളുന്നുണ്ട്. ക്യാമറയുടെ അടുത്ത് വന്ന് അനിമോള് കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലേലു വല്ലു തുറന്നു വിടൂ പ്ലീസ് എന്ന് എഴുതിയിട്ട് നമ്മുടെ ഒട്ടിക്കണം, പേപ്പർ എഴുതി ഒട്ടിക്കണം എന്നാണ്. അത് അവരെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവരാണെങ്കിൽ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വിളിച്ചു. അനിമോൾക്ക് വാഷ്റൂമിൽ പോകണം. അപ്പൊ അനിമോള് വിളിക്കുന്ന അടിച്ച് ബിഗ് ബോസ് അപ്പാനെ അടുത്ത് അനൗൺസ് ചെയ്തു ഇവരെ വാഷ്റൂമിൽ വിടണമെന്ന്, ജയിൽ തുറക്കണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അങ്ങനെ അനിമോള് ഫസ്റ്റ് പോയിട്ട് തിരിച്ചു വന്നിട്ട് അനിമോള് പണി തുടങ്ങി. അനീഷ് പുറത്തോട്ട് പോയി. ഇതിനിടയ്ക്ക് ഈ അപ്പാനെയാണെങ്കിൽ ജയിലിനകത്ത് കയറിയിട്ട് ഒരു കാര്യമില്ലാതെ ആ അനിമോളിന്റെ ആ ഡോള് കയ്യിലിരിപ്പുണ്ടായിരുന്നു. ആ ഡോളാണെങ്കിൽ എടുത്ത് വെളിയിലോട്ട് ഒരു ഒച്ച കയറി എന്നിട്ട് പോയി എടുക്കാൻ. എന്തോന്നാണ് അപ്പാനി ഇത്? ഇതൊരുമാതിരി സത്യം പറഞ്ഞാൽ ഈ ഉണക്ക സീരിയലുകളിൽ അമ്മായിയമ്മ മരുമോൾ പോയി കണക്കുണ്ട്, അമ്മായിയമ്മ മരുമോക്കിട്ട് പണിയെടുക്കും കണക്കുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തു. കണ്ടു ചോറിയണം.
സോറി കണ്ണ് ചൊറിയുന്നത്. അനിമോൾ കിട്ട് എന്താണ് ഇങ്ങനെ കാണിച്ച അനിമോൾ കയറി വരും, ഇവൻ താഴെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടായി പോയി. ഭയങ്കര വൃത്തികേടെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികേടായി പോയി അപ്പാനി ചെയ്തത്. കാരണം അത് അപ്പാനിക്ക് നെഗറ്റീവായിട്ട് വരൂ. അമ്മാതിരി ഒരു നാണം കേട്ട പരിപാടിയായി പോയി. വേറെ ഒരു ഇമ്മാതിരി ക്രിഞ്ച് പരിപാടിയെ കിട്ടുള്ളൂ. ഗെയിം കളിക്കണമെങ്കിൽ സ്ട്രേറ്റ് ആണെന്ന് ഗെയിം കളിക്കണം, അല്ലാതെ ഇങ്ങനെ ചെയ്യണോ? എന്നിട്ട് അനിമോള് ദേഷ്യത്തിൽ പോയി ഡോളിന്റെ പുറത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അനിമോള് മൈക്ക് ധരിക്കുകയാണ്. പക്ഷെ അനിമോളുടെ മൈക്ക് വാഷ്റൂമിലായിരുന്നു. എന്നിട്ട് പോയി അകത്ത് കയറാണ്. എന്താ അപ്പാനി ഇങ്ങനെ ഗെയിം കളിച്ച എങ്ങനെ പോവും? സീരിയസ്ലി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ എപ്പിസോഡിൽ കാണിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് VPLC കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിലെ മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശൈത്യ എക്സ്പോസ്ഡ് ആയാലും പിന്നെ ജിസൈലിന്റെ മാറ്ററും കാണിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ലൈവിൽ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ അനിമോള് ആ മേക്കർ റൂമിൽ ഇരുന്ന ടോക്കും പിന്നെ നെവിന്റെ ടോക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിക്കേണ്ട കണ്ടന്റുകളാണ്. നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എന്തായിരിക്കും. അത് മാത്രമല്ല ആരാണ് എവിക്റ്റായി പോകുന്നത്, വൈൽഡ് കാർഡ് ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയണം. ഗെയിമിന് എങ്ങനെ പോവും നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.